ഒടുവിൽ ശശി തരൂരിനെ ചവിട്ടി പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ശശി തരൂർ വീണ്ടും മോദി സ്തുതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മോദി എടുത്ത നിലപാടിനെ പ്രശംസിച്ചുകൊണ്ടാണ് ശശി തരൂർ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത്. മോദി മികച്ച നിലപാടാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എടുത്തതെന്ന് പറഞ്ഞ് അങ്ങ് മോദിയെ വാഴ്ത്തി ശശി തരൂർ. അതുമാത്രമല്ല, മോദി തീരുമാനിച്ച മറ്റൊരു കാര്യം തരൂർ കണ്ടില്ലെന്നും നടിച്ചു. യാതൊരു പ്രയോജനവുമില്ലാത്ത F-35 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ മോദി തീരുമാനിച്ചു. അമേരിക്കയ്ക്ക് ബാധ്യതയായ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് കെട്ടിയിറക്കപ്പെടുന്നു. ഇതാണ് മോദി ചെയ്തത്. പക്ഷേ തരൂർ അതൊന്നും കാണുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മോദി എടുത്ത നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. BJP IT സെൽ മേധാവി അമിത് മാളവിക അത് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ BJPയുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ശശി തരൂരിൻ്റെ വാക്കുകൾ പ്രചരിപ്പിച്ചു. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. BJPയുമായി ശശി തരൂർ ചർച്ച നടത്തിയെന്ന അനൗദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നു. ശശി തരൂർ BJPയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം നല്ലൊരു ഡിമാൻഡ് തന്നെ വയ്ക്കും. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കാൻ BJPക്കും താല്പര്യം. കേരളത്തിലെ BJPക്കാർക്കും തരൂറിനോട് താല്പര്യം. കാരണം കേരളത്തിലെ BJPക്ക് ഒരു ഗ്ലാമർ മുഖമില്ല. തരൂർ BJPയിലെത്തിയാൽ കേരളത്തിലെ BJPക്ക് ഒരു ഗ്ലാമർ മുഖം ലഭിക്കും. എന്തായാലും ഇത്രയും കാലം തന്നെ വളർത്തിയ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ശശി തരൂർ. മുമ്പ് പിണറായി സ്തുതി നടത്തി ശശി തരൂർ രംഗത്ത് വന്നു. അന്ന് CPMും ശശി തരൂറും തമ്മിൽ നല്ല ബന്ധമായി. തരൂർ CPMിലേക്ക് പോകുന്നു എന്ന സൂചനയൊക്കെ ഉണ്ടായി. പിന്നീട് രാഹുൽ ഗാന്ധി ഇടപെട്ട് തരൂറിനെ അനുനയിപ്പിച്ചു. എന്നാൽ CPMിൽ പോയിട്ട് വലിയ കാര്യമില്ലെന്നും BJPയിൽ പോയി കേന്ദ്രമന്ത്രിയായി വിലസാമെന്നും തരൂർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കുറേ കാലമായി തരൂറിൻ്റെ നടപടികൾ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. അയാൾ BJPയുടെ ഒരു തികഞ്ഞ സപ്പോർട്ടറായി മാറിയിരിക്കുന്നു. കോൺഗ്രസ്സുകാരനിൽ നിന്ന് BJPയിലേക്കുള്ള പരിണാമം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ശശി തരൂറിൻ്റെ മോദി സ്തുതി രാഹുൽ ഗാന്ധി വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. ഇനി തരൂറുമായി ഒരു കോംപ്രമൈസിനും ഹൈക്കമാൻഡ് തയ്യാറല്ല. തരൂറിനെ ചവിട്ടി പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. തരൂർ BJPയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തരൂറിനെ ചവിട്ടി പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. തരൂറിൻ്റെ BJP ബാന്ധവം അല്ലെങ്കിൽ തരൂർ BJPയിലേക്ക് പോകുന്ന സാഹചര്യം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് CPMനാണ്, LDFനാണ്. അവർക്ക് ജനങ്ങൾക്കിടയിൽ പറയാം കോൺഗ്രസ്സുകാർ ഓരോരുത്തരായി BJPയിലേക്ക് പോകുന്നു എന്ന്. അതിന് ശശി തരൂറിനെ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടും. ഇലക്ഷനിൽ അത് ഇടതുപക്ഷം വലിയൊരായുധമാക്കി മാറ്റും. അതാണ് കോൺഗ്രസിനെ വിഷമിപ്പിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കേരളത്തിൽ നടക്കാനിരിക്കെ ശശി തരൂർ BJPയിലേക്ക് പോകുന്നത് ആഘോഷമാക്കി തന്നെ ഇടതുപക്ഷം മാറ്റും. കോൺഗ്രസും BJPയും തമ്മിൽ ഭേദമില്ലെന്നും ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ നാളെ BJPക്കാരാകുമെന്നും ഒക്കെ പറഞ്ഞുള്ള പ്രചരണം കൊഴുപ്പിക്കാൻ ഇടതുപക്ഷത്തിന് ആകും. അതാണ് ശശി തരൂർ കോൺഗ്രസിന് വരുത്തി വയ്ക്കുന്ന വലിയ നഷ്ടം. ശശി തരൂർ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് നല്ലൊരു പോരാട്ടം നടത്തി ജയിച്ചു കയറിയ വ്യക്തിയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ടാണ് ശശി തരൂർ വിജയിച്ച് കയറിയത്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടി വിജയിച്ചു കയറിയ ശശി തരൂർ BJPയെ പുണരുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആകട്ടെ വലിയ അമർഷത്തിലാണ്. രാഹുൽ ഗാന്ധി വിളിച്ച് കോംപ്രമൈസ് ചെയ്തതാണ് തരൂറിനെ. പക്ഷേ അതിലൊന്നും തരൂർ ഒതുങ്ങുന്നില്ല. മുമ്പും മോദി സ്തുതിയുമായി തരൂർ എത്തി BJPയെ ഒരു വലിയ ഒരു പാർട്ടിയായി പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിനെ പൊല്ലാപ്പ് പിടിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും മോദി സ്തുതിയുമായി എത്തുകയും
കോൺഗ്രസിനാകെ നാണക്കേടുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു തരൂർ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിനോട് ശക്തമായ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയില്ലെങ്കിലും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തരൂറിൻ്റെ നീക്കത്തെ ഗൗരവകരമായി തന്നെ കാണുന്നു. ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസ് ഒരു പുതിയ ഉണർവിന് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയ മുന്നേറ്റം ശ്രദ്ധേയമാണ്. അതുപോലെ ഒരുമിച്ച് നിന്നാൽ, പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ മോദി സർക്കാരിനെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ താഴെയിടാൻ കഴിയും എന്ന സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയത്. അതിനിടയിലാണ് ശശി തരൂരിനെ പോലെയുള്ള അവസരവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും കളിക്കുന്നത്. ശശി തരൂർ പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് എന്നത് വ്യക്തം. കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തരൂർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ നേതാക്കൾ അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. കേരളത്തിൽ അദ്ദേഹം നടത്തിയ ഒരു യാത്രയും ശ്രദ്ധേയമാണ്. മലപ്പുറത്ത് ലീഗൊക്കെ ആ യാത്രയിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം നൽകിയതും ശ്രദ്ധേയമായിരുന്നു. പക്ഷേ കേരളത്തിലെ നേതാക്കൾ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. ആ മോഹം ശശി തരൂർ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി കേന്ദ്രമന്ത്രിയായി വിലസാം. അതിനുവേണ്ടിയാണ് ശശി തരൂർ മോദി സ്തുതി നടത്തിയത് എന്ന് വ്യക്തം. നേരത്തെ പിണറായി സ്തുതി നടത്തി ശശി തരൂർ കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു. അന്ന് പിന്നീട് ശശി തരൂർ പറഞ്ഞത് തനിക്ക് നാക്കുപിഴ സംഭവിച്ചുവെന്നും താൻ പറഞ്ഞതല്ല പത്രം അടിച്ചതെന്നും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നാക്കുപിഴയല്ല സംഭവിച്ചിരിക്കുന്നത്. പരസ്യമായി തന്നെ മോദി സ്തുതി നടത്തിയിരിക്കുന്നു. അതിനെ നിരസിക്കാൻ ഇനി ശശി തരൂറിന് കഴിയില്ല. മോദിയെ അടിക്കടി പ്രശംസിച്ചുകൊണ്ട് നിൽക്കുന്ന ശശി തരൂർ കോൺഗ്രസിന് അപമാനമായി മാറിയിരിക്കുന്നു. ഒരിക്കൽ കോൺഗ്രസുകാർ ശശി തരൂറിനെ വാഴ്ത്തിയത് വിശ്വപൗരനെന്നൊക്കെയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വിശ്വപൗരൻ കോൺഗ്രസിന് വലിയൊരു ഭാരമായി മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി കടുത്ത അമർഷത്തിലാണ്. ഇനി ശശി തരൂറിനെ വെച്ച് പൊറുപ്പിക്കില്ല എന്നൊരു തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തു കഴിഞ്ഞു. കാരണം ശശി തരൂറിനെ ഒരുപാട് സഹിച്ചു രാഹുൽ ഗാന്ധി. തരൂറിൻ്റെ പിണറായി സ്തുതി നടന്നപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചാണ് അദ്ദേഹവുമായി ചർച്ച നടത്തിയത്. പക്ഷേ അതിലൊന്നും ഒതുങ്ങുന്നില്ല തരൂർ. BJPയിൽ എത്തിക്കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന് നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനായ അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒന്ന്, അദ്ദേഹം BJPയിൽ എത്തിയാൽ തീർച്ചയായും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കും. കേരളത്തിൽ പ്രാധാന്യമേറിയ ഒരു റോൾ വഹിക്കാനും അദ്ദേഹത്തിന് ആകും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് നമ്മുടെ വിശ്വപൗരൻ ഈ കളി കളിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തരൂറിനെതിരെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നിലപാടെടുക്കാൻ രാഹുൽ ഗാന്ധി നിർബന്ധിതനായിരിക്കുന്നു. ഇനി തരൂറിനെ വെച്ച് പൊറുപ്പിക്കുന്നത് അപകടമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. തരൂറുമായി ഇനിയൊരു കോംപ്രമൈസ് ടോക്കിനും അവർ തയ്യാറല്ല. കാരണം കോൺഗ്രസിനെ അത്രയേറെ നാറ്റിച്ചു കളഞ്ഞു തരൂർ BJPയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തരൂറിനെ ചവിട്ടി പുറത്താക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. BJPയിലേക്ക് പോയ ശേഷം പുറത്താക്കിയത് കൊണ്ട് അർത്ഥമില്ല. പോകുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്ത് പുറത്താക്കുക. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇതാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനം.